ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു, കർത്താവ് നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഒരൊറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് തൻ്റെ പരിശുദ്ധിയിൽ പങ്കുവരാനും യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടെ അനുരൂപരാകുന്നത്. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവവും യേശുവും സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്നും ഓരോ ദിവസവും നമ്മളെ അതിലേക്ക് നടത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഓർത്തോളം ദൈവം അത് അനുവദിക്കുന്ന ചില പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ അനുവദിക്കുന്നത്, ഡിസിപ്ലിൻ ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലോട്ട് നമ്മളെ ഓരോ ദിവസവും കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കും. അതൊരു സംശയം വേണ്ടത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപിക്കും. അപ്പോൾ എനിക്ക് ആ ഫ്ലൈറ്റ് മിസ്സായത്, രണ്ടാമത് ടിക്കറ്റ് എടുക്കേണ്ടി വന്നത്, അതിനകത്തുണ്ടായ ഞാൻ നഷ്ടമെന്ന് വിചാരിച്ചിരുന്ന കാര്യം, ഇതെല്ലാം എനിക്ക് ഒന്നുകൂടെ എന്നെ ഒരു ഡിസിപ്ലിൻ ചെയ്തു. പൈസ എൻ്റെ സ്വന്തമല്ല, ഇനി ഞാൻ കുറച്ചുകൂടെ അത് കോഷ്യസ് ആകണം, ശ്രദ്ധിക്കണം എന്നുള്ളൊരു തിരിച്ചറിവിരിക്കുന്നു. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടു, അതുകൊണ്ട് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. പെട്ടെന്ന് നമുക്കൊരു വിഷമം വരും, പക്ഷേ വിഷമിക്കേണ്ട. അതിനകത്തുനിന്ന് കർത്താവ് ഒരു സ്പിരിച്വൽ നമ്മുടെ ഒരു എന്നാ പറയുക, ഒരു ഗ്രോത്ത് തരും. ഇങ്ങനെ നമ്മളെ കർത്താവ് വളർത്തുന്നത്. നമ്മളിന്ന് ഈ ന്യൂജൻ ചർച്ചസൊക്കെ പ്രസംഗിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടും, ഇത് കിട്ടും. നമുക്കിപ്പം കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായാലും നമുക്ക് പോകാനായിട്ട് സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റ് കിട്ടും, അല്ലെങ്കിൽ ചാർട്ടർ ചെയ്തൊരു ഫ്ലൈറ്റ് വരും. അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ബുദ്ധി. അതൊന്നും അല്ല വാസ്തവത്തിൽ കർത്താവിൻ്റെ രീതി അതേ അല്ല കേട്ടോ. കർത്താവിൻ്റെ രീതി മുഴുവൻ ഡിനൈ യുവർ സെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ. നമ്മുടെ സ്വന്തം ഇഷ്ടം വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്നുള്ളത്. കാരണം കർത്താവ് കാണിച്ച മാതൃക ഏതാണ്? അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ കൂടെ മാനിഫെസ്റ്റ് ചെയ്തതാണ്. ഈ മറ്റൊരു സുവിശേഷം എവിടെ നിന്ന് കയറി വന്നൊന്നും അറിയത്തില്ല. എല്ലാ സമൃദ്ധി തൊടുന്നതെല്ലാം പൊന്നെ, നമ്മൾ എന്ത് പറഞ്ഞാലും കൽപ്പിച്ചാലും അതെല്ലാം സംഭവിക്കും. ഫ്ലൈറ്റ് വരട്ടെ എന്ന് പറഞ്ഞാൽ സ്വന്തം ഫ്ലൈറ്റ് വരും. നോ. ഞാനൊരു വാക്യങ്ങൾ വായിക്കാം. 2 കൊരിന്ത്യർ 3:18 നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും കർത്താവിൻ്റെ ആഗ്രഹവും കർത്താവിൻ്റെ പ്രവൃത്തിയും നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വചനം. 2 Corinthians chapter 3 verse 18. And all of us have had that veil removed, so that we can be mirrors that brightly reflect the glory of the Lord. So that we can be mirrors that brightly reflect the glory of the Lord. ദൈവത്തിൻ്റെ മഹത്വം നല്ല പ്രകാശത്തോടെ പ്രതിഫലിപ്പിക്കുന്ന മിറർ, കണ്ണാടിയാണ് നമ്മൾ ഓരോരുത്തരും. ആണോ? അതോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കർത്താവ് എനിക്കതൊന്ന് പറഞ്ഞ് ജീവിക്കാം? കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകാൻ, പോകുന്നിടത്തെല്ലാം അവൻ്റെ സൗരഭ്യവാസനയാകും, അവൻ്റെ മഹത്വം മറ്റുള്ളവരിലേക്ക് റേഡിയേറ്റ് ചെയ്യും. ഇതൊരു ദൈവദാസ, ദൈവമൈല എന്ന് മറ്റുള്ളവർ പറയത്തക്ക രീതി. അതായത് സോ ദാറ്റ് വി ക്യാൻ ബി മിറേഴ്സ്, കർത്താവിൻ്റെ പകരക്കാർ, that brightly reflect the glory of the Lord, and as the Spirit of the Lord works within us. വളരെ ശ്രദ്ധിച്ചിട്ടോണം, നമ്മുടെ അധ്വാനം കൊണ്ടല്ല സംഭവിക്കുന്നത്. ദൈവത്തെ പ്രതിബിംബിക്കുന്ന കണ്ണാടിയായിട്ട് നമ്മൾ മാറുമെന്ന് പറയുന്നത് അത് നമ്മുടെ പ്രവൃത്തിയല്ല, നമ്മുടെ ഗുണമല്ല, നമ്മുടെ കഴിവല്ല. പിന്നെ and as the Spirit of the Lord, പരിശുദ്ധാത്മാവ്, works within us, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച്, we become more and more like him and reflect his glory even more. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ക്രിസ്തുവിനോട് കൂടുതൽ അനുരൂപരായി അവൻ്റെ മഹത്വം കൂടുതൽ നമ്മളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഇവിടെ കിട്ടിയോ? സോ ദാറ്റ് വി ക്യാൻ, ഒന്നുകൂടെ വായിക്കാം. സോ ദാറ്റ് വി ക്യാൻ ബി മിറേഴ്സ് ദാറ്റ് ബ്രൈറ്റ്ലി റിഫ്ലക്ട് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. നമുക്ക് കർത്താവിൻ്റെ ആ മഹത്വം പ്രതിബിംബിക്കുന്ന മിറേഴ്സ്, കണ്ണാടികളായിട്ട് മാറാൻ പറ്റും. എങ്ങനെ? എന്നിട്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇതെങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല, എൻ്റെ സ്വഭാവം വിടക്ക് സ്വഭാവം, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ഒത്തിരി മാറാൻ കിടക്കും, പ്രയാസമുണ്ട്. താഴോട്ട് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരുന്നത്. ആൻഡ് ആസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വർക്ക്സ് വിത്തിൻ അസ്. ഇതാരാ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവ്. നമ്മൾ എപ്പോഴും ഓർത്തോണം, നമുക്കറിയാം ഈ പാറയൊക്കെ പൊട്ടിക്കുന്ന വലിയ ഹാമേഴ്സ്, എൻ്റെ ചെറുപ്പത്തിൽ, ഇപ്പോൾ എല്ലാം മറ്റേ ബ്രേക്കേഴ്സ്. അന്ന് ഈ ആൾക്കാർ എന്നിട്ട് വലിയ ഹാമർ എടുത്താൽ പൊങ്ങാത്ത വലിയ കൂടാമെന്നായിട്ട് പറഞ്ഞു, അതിട്ടാണ് പൊട്ടിക്കുന്നത്. പാറ അവർ ഉദ്ദേശിക്കുന്ന ഏകദേശം ആ സൈസിൽ പൊട്ടിക്കിട്ടും.
അപ്പോൾ ഈ ഹാമർ എടുത്ത് കല്ലിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പൊട്ടത്തില്ല. പിന്നെ അതൊരാൾ ഉപയോഗിക്കണം, എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ ഉപയോഗിക്കുമ്പോഴാണ് അത് പൊട്ടുന്നത്. എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലുള്ള അനുരൂപരാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം, ഡിസിപ്ലിൻ ചെയ്യാനും കറക്റ്റഡ് ആകാനും, കർത്താവ് നമ്മളെ വഴക്ക് പറയുമ്പം വിഷമിച്ച് പിണങ്ങിപ്പോകാതിരിക്കാനും. എന്തിനാ? നമ്മുടെ നന്മയ്ക്കാണ്. എന്തിനാ? ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകാനും തൻ്റെ മഹത്വം ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ കൂടുതൽ കൂടുതൽ വെളിപ്പെട്ട് വരെ, ലോകം കാണത്തക്ക പോലെ വെളിപ്പെട്ട് വരെ. അതാ പറയുന്നത്, ആൻഡ് ആസ് എ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വർക്ക് വിതിൻ അസ് വി ബിക്കം മോർ ആൻഡ് മോർ ലൈക്ക് ഹിം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് നമ്മളെ യേശു ക്രിസ്തുവിനോട് അനുരൂപരാക്കാനാണ്. ഞാൻ പണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ തന്നേക്കുന്നത് അന്യഭാഷ പറയാനോ പ്രവചനത്തിൻ്റെ ദർശനത്തിനോ മാത്രമല്ല, അതെല്ലാം പിന്നീടാണ്, സെക്കൻഡറി. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ കൊണ്ട് കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകാൻ പറ്റത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഓരോ ദിവസവും ദ ഹോളി സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വർക്ക്സ് വിതിൻ അസ് വി ബിക്കം മോർ ആൻഡ് മോർ ലൈക്ക് ഹിം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ റിസൾട്ട് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായിക്കൊണ്ടിരിക്കും, മോർ ആൻഡ് മോർ, ആൻഡ് റിഫ്ലക്ട് ഹിസ് ഗ്ലോറി ഈവൻ മോർ. നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ മഹത്വം കൂടുതൽ മഹിമയോടെ വെളിപ്പെടും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കർത്താവ്